ഹേ ഗേസ്, അപ്പോൾ ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗേസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗേസ്. അപ്പോൾ എന്തായാലും ഷിൻചാൻ രാവിലെ ഇവിടെ നിൽപ്പുണ്ട്. ഷിൻചാനെ, രാവിലെ തന്നെ എന്തെങ്കിലും കുരുത്തൊക്കെ എടുപ്പിക്കാൻ പോവാണോ? എടാ ഷിൻചാനെ, നിനക്ക് ഏതൊരു കറങ്ങാൻ പോകുന്ന ചിന്തയുള്ള നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ? നീ പറഞ്ഞാൽ ശരിയാ. ഇത്ര നാൾ നീ സ്കൂളിലൊക്കെ പോയിരിക്കുമല്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം. ശരിയടാ, വാടാ ഷിൻചാൻ, നമുക്ക് പോയിട്ട് വരാം. ഗേസ്, അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിയിലോട്ട് കയറാം. ആരാ വിളിക്കുന്നത്? മൈക്കിളാ? ഹലോ എടാ മൈക്കിളെ, പറഞ്ഞോ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഫ്രീ ആണോ? കുഴപ്പമില്ല, പറഞ്ഞോ. എന്താ കാര്യം? കാര്യം പറ. എടാ അതൊന്നുമില്ല, അതെ, നിനക്ക് ഒരു കുതിരേനെ നോക്കാൻ പറ്റുമോ? കുതിരേനെ നോക്കാനോ? എടാ അത് ഒരു കുതിരേനെ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കുതിരയുണ്ട്. അവനാണെങ്കിൽ ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകാനുള്ളതുകൊണ്ട് ആ ഒരു കുതിരേനെ എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു സോറി പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് എന്നാൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഓർത്ത് നീ ഉണ്ടല്ലോ, അപ്പോൾ നിന്നെ ഒന്ന് വിളിച്ച് നോക്കിയതാണ്. നിനക്ക് നോക്കാൻ പറ്റത്തില്ലല്ലേ? എടാ അത് നമ്മളെ ഇപ്പോൾ കുതിരേനെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കുന്നത്? ഇല്ലടാ, സോറി, അത് നീ വേറെ ആരെങ്കിലും ചോദിക്കേ, ഞാൻ നോക്കിയൊന്നും ശരിയാവത്തില്ല. ആണോ? കുഴപ്പമില്ല, ശരിയെന്നാ. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൾ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് എന്തോ ഒരു കുതിരേനെ നോക്കാനായിട്ട്. എടാ ഷിൻചാനെ, നമ്മുടെ മൈക്കിളാണിപ്പോൾ വിളിച്ചത്. മൈക്കിൾ പറഞ്ഞ് ഒരു കുതിരയുണ്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ, അതിനെ നമ്മളെടുത്ത് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല. എന്ത് പണി? എടാ നീ എന്തോടാ ഈ പറയുന്നത്? കുതിരേനെയൊക്കെ ഇപ്പം നമ്മളെങ്ങനെ നോക്കാനാ? കുതിരപ്പുറത്തൊക്കെ ഒന്ന് കയറി സവാരി നടത്താനും പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആളുകളെയൊക്കെ ഒന്ന് കുതിരയെ കയറ്റി കുറച്ച് പൈസ ഉണ്ടാക്കാറുണ്ട്. എന്താടാ നീ പറഞ്ഞത് ശരിയാണല്ലോ. ഞാനൊരു മണ്ടത്തരമാണല്ലോ കാണിച്ചേ. ഇപ്പോഴാണെങ്കിൽ അവൻ്റെ ഓണറാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ആ ഒരു കുതിരേനെ കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാമായിരുന്നല്ലോ. അയ്യോ, ഞാനെന്ത് മണ്ടത്തരമാണ് കാണിച്ചേ. എടാ ഷിൻചാനെ, നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നല്ലേ? എന്തായാലും ഞാൻ എത്രയും വേഗം അവനെ ഒന്ന് വിളിച്ചു നോക്കാം. എടാ മൈക്കിളെ, എടാ നീ നേരത്തെ പറഞ്ഞില്ലേ കുതിര, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നോ കേട്ടോ, ഞാൻ നോക്കിക്കോളാം. എന്താടാ നീ പറയുന്നത്? നീയല്ലേ നേരത്തെ പറഞ്ഞ കുതിരയെ നോക്കുന്നില്ലെന്നോ? എടാ അത് ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ഇപ്പം തോന്നുന്നു നോക്കാന്ന്. എന്തായാലും നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ നോക്കിക്കോളാം. എടാ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവനോട് ഇപ്പോൾ പറഞ്ഞിട്ട് അവൻ എനിക്ക് കുതിരയെ തരും. അപ്പം ഞാൻ അത് നിന്റെ അടുത്ത് ഉച്ചയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്ന് തരാം. അപ്പം നീ നന്നായിട്ട് കുതിരേനൊക്കെ നോക്കണം കേട്ടോ, നന്നായിട്ട് നോക്കണേ. അത് ശരി. അപ്പോൾ പിന്നെ എന്തായാലും നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ നോക്കിക്കോളാം. എത്ര ദിവസം നോക്കണ്ടേ? എടാ അത് അവൻ പറഞ്ഞത് 2 ദിവസം നോക്കിയാൽ മതി എന്നാണ്. ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് നീ കുതിരേനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തരാം. അത് കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരമൊക്കെ വല്ലതും ആകുമ്പോൾ തിരിച്ചു തന്നാൽ മതി. ഓക്കേടാ, അപ്പോൾ നീ കൊണ്ടുപോവാ. ഗെയ്സ്, ഇപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ മൈക്കിളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിൻചാനെ, നീ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ അടുത്ത് കുതിരേനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് ഉച്ചയാകുമ്പോൾ കുതിരേനെ കൊണ്ടുവരാമെന്നാണ്. അതായത് എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറുണ്ട് നമുക്കിപ്പോൾ അവൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചയാവാൻ വേണ്ടി 2 മണിക്കൂറുണ്ട്. ഇപ്പോൾ നമ്മൾ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ തിരിച്ചെത്തണമെന്ന് ശരിയാവത്തില്ല. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും പിന്നെ ഒരു ദിവസം കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചു. കേട്ടോ ഷിൻചാനെ? കാരണം നമ്മളിപ്പോൾ അവൻ വരുമ്പോൾ ഇവിടെ ആൾ വേണം. എടാ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞേ, പക്ഷെ അവൻ വരുമ്പോൾ ഇവിടെ ആൾ വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അവൻ കുതിരയെ കൊണ്ടുവരുമ്പോൾ വീട്ടിൽ ആൾ നിൽക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താടാ മൈക്കിൾ മാമൻ വന്നോ? എവിടെ? അതാ വന്നല്ലോ. മൈക്കിള് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, കൂടെ കുതിരയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണല്ലേ നമ്മുടെ കുതിര. മൈക്കിളെ, ഇതാണല്ലോ ഇപ്പം ഞാൻ നോക്കേണ്ട കുതിര. അപ്പോൾ ഇത് തന്നെയാണ് ആ കുതിര. അപ്പോൾ എന്തായാലും ഇതിന് ഫുഡ് കൊടുക്കാനുള്ള പൈസ എല്ലാം
അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ നിന്റെ. അപ്പൊ നീ എന്തായാലും അതിന് ഫുഡൊക്കെ കൊടുത്ത്, അതായത് നാളെ വൈകുന്നേരം ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അത്ര നേരം നീ നോക്കിയാൽ മതി. അപ്പൊ നന്നായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ നിന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ എന്തായാലും ശരി. അപ്പൊ ഞാൻ പോട്ടെ എന്നാ പിന്നെ. ആടാ ശരിയടാ, അപ്പം ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും പേടിക്കണ്ട, ഈ കുതിരനെ പൊന്നു പോലെ നോക്കിക്കോളാം. അപ്പം നീ ഒന്നും ടെൻഷൻ അടിക്കാതെ വിട്ടോ. ആടാ എന്നാ ശരി. ഗെയ്സ്, അപ്പം മൈക്കിൾ എന്തായാലും പോയിട്ടുണ്ട്. സോ ഷിൻചാനെ, അപ്പോൾ നീ വാ, കുതിര കയറാം. അയ്യോ ഫ്രാങ്ക്ലിൻ ബോയ്, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ പേടിയാ. എന്താടാ നീ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ കുതിരയെ കൊണ്ടുവന്ന്? അതൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ പേടിയാ. ഫ്രാങ്ക്ലിൻ ബോയ് കയറിക്കോ. ആ കൊള്ളാം, നിൻ്റെ വാക്കും കേട്ട് കുതിരനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിനക്കിപ്പോൾ കുതിരപ്പുറത്ത് കയറാൻ പേടി. എന്നാൽ പിന്നെ ശരി, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ ഈ കുതിരപ്പുറത്ത് പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ നീ തന്നെ പറയും കുതിരപ്പുറത്ത് കയറാമെന്ന്. അത് കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ എന്തായാലും കുതിരപ്പുറത്ത് കയറുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാ. അതൊന്നും കുഴപ്പമില്ലടാ, നീ കയറ്. ഇല്ല ഫ്രാങ്ക്ലിൻ ബോയ്, എനിക്ക് കുതിരനെ ഭയങ്കര പേടിയാ. കുതിരനെ പേടിയാണെങ്കിൽ നീ പിന്നെ എന്തിനാടാ കുതിരനെ വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു? അത് പിന്നെ ഈ കുതിരനെ ഇങ്ങനെ വീടിന്റെ അടുത്തിടുമ്പോ എന്റെ കൂടെ പഠിക്കുന്നവരുടെ അടുത്ത് പറയാലോ, ഞങ്ങള് കുതിരനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു, എന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിക്കാലോ. അതെന്തായാലും കൊള്ളാം. അപ്പോൾ നീ അതിനാണല്ലേ അപ്പോൾ എന്തായാലും കുതിരനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്, സ്കൂളിലുള്ളവന്മാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കേസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുതിരനെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നല്ല രീതിയിൽ ഈ കുതിരയും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കിനി അധികം ഇതിനായിട്ട് ഓടിപ്പിക്കണ്ട. ഇപ്പോൾ അത്യാവശ്യം ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം. നമുക്കത് എന്തായാലും അവർ ഫുഡ് കൊടുത്തിട്ടായിരിക്കും കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെയും കൊണ്ടുവന്ന് ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോകാം ഗേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിലോട്ട് പോകാം ഗേസ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഷിൻചാൻ ഇവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ഷിൻചാൻ കാണിച്ച ഭയങ്കര ഒരു മോശമായ പരിപാടിയാണ് ഗേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുതിരേനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുതിരനെ കൊണ്ടുവന്നപ്പോൾ അവന് അതിനകത്ത് കയറാൻ പേടിയാണ്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുതിര സവാരിക്ക് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം ഗേസ്. ഓക്കെ ഗേസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഷിൻചാനെ, അപ്പോൾ എന്തായാലും നീ ഇവിടെ നിന്നോ, ഞാൻ കുതിരപ്പുറത്ത് പോയിട്ട് സവാരിയൊക്കെ ചെയ്തിട്ട് വരാം. നീ എന്തായാലും കുതിരയെ കയറുന്നില്ലല്ലോ, നിനക്ക് പേടിയല്ലേ? അത് കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ ഫ്രാങ്ക്ലിൻ ബോയുടെ കൂടെ കുതിരയുടെ സൈഡിൽ ഇങ്ങനെ നടന്നു വന്നോളാം. എന്നാൽ നീ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ കുതിര കയറിയിട്ട് നമുക്ക് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കുതിര പുറത്ത് കയറ്റിയിട്ട് നമുക്ക് കറക്കിയിട്ട് പൈസ വല്ലതും വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഒരു കുതിര സവാരി നടത്താൻ വേണ്ടി നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഷിൻചാൻ നമ്മുടെ പുറകെ നടന്നു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ബീച്ചിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ നമുക്കിനി ആരെങ്കിലും വരുന്നവരും വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും വരുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ അതാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പൊ സിറ്റി വരാന്ന് പോണേ. ഇതെന്താ ഇവിടെ ഒരു കുതിര? ഈ കുതിര കയറിയൊന്ന് പോയി നോക്കിയാലോ. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ കുതിരയില് നമുക്ക് സിറ്റി വരെ ഒന്ന് കൊണ്ടാക്കി തരുമോ? ചേട്ടാ, പിന്നെന്താ, നമുക്ക് സിറ്റിയിലോട്ട് കൊണ്ടുപോകാമല്ലോ. കയറിക്കോ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ സിറ്റി വരാൻ? സിറ്റി വരെ ആകുമ്പോൾ നമുക്ക് കുതിരപ്പുറത്ത് 200 രൂപ വരും. 200 രൂപ? ശരി, ഇപ്പൊ എന്തായാലും കയറാം. എനിക്കിപ്പോ അത്യാവശ്യം ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കയറിയേക്കാം. ചേട്ടാ, അപ്പൊ എന്തായാലും ഒന്ന് പോവാൻ പാ. ചേട്ടൻ കയറിക്കോ, നമ്മൾ കൊണ്ടാക്കാം പാ. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും 200 രൂപ ഞാൻ എന്നാ 200 രൂപ. ഓക്കെ എന്നാൽ ശരിയാടോ. ഓക്കെ എന്തായാലും അപ്പൊ ഞാനെന്നാ പിന്നെ എന്തായാലും ആ കുതിര പുറത്ത് വന്ന് എന്തായാലും നന്നായി, നമുക്ക് സിറ്റി എത്താൻ പറ്റി. ഗൈസ്, അപ്പോൾ 200 രൂപയൊക്കെ കുറച്ച് കൂടുതലാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ചുമ്മാ ഇപ്പോൾ എന്തായാലും പൈസ കിട്ടുന്നൊരു സമയമായതുകൊണ്ട്, ഒരു അവസരം ആയതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും വാങ്ങിച്ച്. അയാളാണെങ്കിൽ അത്തിരി അത്യാവശ്യമുള്ളതുകൊണ്ട് കയറി. അപ്പോൾ എന്തായാലും പോട്ടെ. നമുക്കിനിയിപ്പോൾ അധികം നേരം ഈ കുതിരനിട്ട് ഇവിടെ ഓടിക്കണ്ട. ഇതിൻ്റെ ഓണറിൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെയും കൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടിടാം. ഇതിനെ ഇപ്പോൾ 200 രൂപ കിട്ടിയില്ലേ, അത് മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇനി കുതിരയ്ക്കുള്ള ഫുഡിനുള്ള പൈസയൊക്കെ തന്നെ, അതെന്തായാലും അത് കുറച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. എന്തായാലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഈ കുതിരയ്ക്ക്. അപ്പോൾ എന്തായാലും ശരി, അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ
നമ്മൾ ഇനിയിപ്പോൾ ഈ കുതിരേനെ ആ സൈഡിലായിട്ട് വല്ലതും കൊണ്ടുവന്ന് അതെ അങ്ങോട്ട് കൊണ്ട് നിർത്താം. കുതിരയെ ഇത്തിരി കൺട്രോൾ ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇടയ്ക്ക് ഈ കുതിര നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടല്ലോ ഇതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓടുന്നുണ്ട് ഈ കുതിര. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ ഷിൻചാനെ, അപ്പോൾ എന്തായാലും നീ ഹാപ്പി അല്ലേ? കറങ്ങാനൊക്കെ പറ്റിയില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഷിൻചാനാണെങ്കിൽ ഒന്ന് കറങ്ങാനും പറ്റി, നമുക്കാണെങ്കിൽ കുറച്ച് പൈസയും കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. സോ നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.